കേരള സർവകലാശാല വിഷയത്തിൽ അനിൽകുമാറിന് തിരിച്ചടി. തന്നെ സസ്പെൻഡ് ചെയ്ത VC നടപടി താൽക്കാലികമായി സ്റ്റേ ചെയ്യണമെന്ന അനിൽകുമാറിന്റെ ആവശ്യം ഹൈക്കോടതി നിരാകരിച്ചു. ഡോക്ടർ അനിൽകുമാറിന്റെ ഹർജിയിൽ VCക്കും സർവകലാശാലയ്ക്കും കോടതി നോട്ടീസ് അയച്ചിട്ടുണ്ട്. രേഷ്മ ബാബു ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. രേഷ്മ, ഈ റിപ്പോർട്ടിന്റെ വിശദ വിവരങ്ങൾ എന്തൊക്കെയാണ്? ദേവിക, തനിക്കെതിരെ VC മോഹൻ കുന്നുമ്മേലെ പ്രതികാര നടപടി സ്വീകരിക്കുന്നു എന്നുള്ള ആക്ഷേപം ഉന്നയിച്ചുകൊണ്ടാണ് ഡോക്ടർ അനിൽകുമാർ ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്. ഈ ഹർജി ഇന്ന് ജസ്റ്റിസ് TR രവിയുടെ ബെഞ്ച് പരിഗണിച്ചിരുന്നു. ആ സമയത്ത് ചില ആവശ്യങ്ങൾ ഹർജിക്കാരന്റെ അഭിഭാഷകൻ മുന്നോട്ട് വെച്ചിരുന്നു. അതായത്, നിലവിൽ ഈ രജിസ്ട്രാർ എന്ന നിലയ്ക്ക് തനിക്ക് പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ല, തൻ്റെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നതിൽ നിന്നും വലിയ രീതിയിലുള്ള തടസ്സം VC സൃഷ്ടിക്കുന്നുണ്ട്. അതുമാത്രമല്ല, തൻ്റെ സസ്പെൻഷൻ നടപടി നേരത്തെ സിൻഡിക്കേറ്റ് റദ്ദാക്കിയതാണ്. പക്ഷേ ആ സിൻഡിക്കേറ്റ് തീരുമാനം സർവകലാശാല VC അംഗീകരിക്കുന്നില്ല. കൂടാതെ ഈ സസ്പെൻഷന്റെ നടപടി അത് തുടർന്നുകൊണ്ടുള്ള ഒരു നിലപാടിലേക്കാണ് VC എത്തിയിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് ജോയിന്റ് രജിസ്ട്രാർ ആയിട്ടുള്ള മിനി കാപ്പന് രജിസ്ട്രാറുടെ ചുമതല അല്ലെങ്കിൽ രജിസ്ട്രാർ ഇൻചാർജ് എന്നുള്ള ചുമതല കൂടി നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ VCയുടെ ഈ നടപടി റദ്ദാക്കണമെന്നുള്ളൊരു ആവശ്യമായിരുന്നു ഹർജിയിൽ ഉന്നയിച്ചിരുന്നത്. താൽക്കാലികമായിട്ട് ഈ ഒരു നടപടിക്ക് VCയുടെ നടപടിക്ക് സ്റ്റേ വേണമെന്നുള്ള ആവശ്യം രജിസ്ട്രാർ ആയിട്ടുള്ള അനിൽകുമാറിന്റെ അഭിഭാഷകൻ ഹൈക്കോടതിയിൽ ഉന്നയിച്ചത്. പക്ഷെ അത് ഹൈക്കോടതി അംഗീകരിച്ചില്ല. അത് തള്ളിക്കൊണ്ട് ഹൈക്കോടതി പറഞ്ഞത് ഈ വിഷയമൊക്കെ തന്നെ തിങ്കളാഴ്ച പരിഗണിക്കാം. പകരം ഈ ഹർജിയിൽ VCക്കും അതോടൊപ്പം തന്നെ കേരള സർവകലാശാലയ്ക്കും നോട്ടീസ് അയക്കുകയാണ്. ഇരുവരും മറുപടി നൽകണം. അതിനുശേഷം ഈ സ്റ്റേ വേണമെന്നുള്ളൊരു ആവശ്യത്തിന്മേൽ വിശദമായിട്ട് വാദം കേൾക്കാമെന്നുള്ളൊരു നിലപാട് തന്നെയാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് സ്വീകരിച്ചിരിക്കുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ പ്രാഥമികമായിട്ട് താൽക്കാലികമായിട്ടെങ്കിലും സ്റ്റേ അനുവദിക്കണമെന്ന VCയുടെ നടപടിക്ക് സ്റ്റേ അനുവദിക്കണമെന്ന രജിസ്ട്രാർ ആയിരുന്ന അനിൽകുമാറിന്റെ ആവശ്യമാണ് ഹൈക്കോടതി നിരാകരിച്ചിട്ടുള്ളത്. നേരത്തെ ജോയിന്റ് രജിസ്ട്രാറായ മിനി കാപ്പന് ചുമതല നൽകിയതിനു ശേഷം വീണ്ടും സർവകലാശാലയിൽ വരികയും ഫയലുകൾ നോക്കാനായിട്ടുള്ള ഒരു നീക്കത്തിലേക്ക് രജിസ്ട്രാർ കടക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അതിനുശേഷം VC കടുത്ത നിലപാടിലേക്ക് പോയി. ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഹൈക്കോടതിയെ സമീപിച്ചുകൊണ്ട് അനുകൂല ഉത്തരവ് നേടാനായിട്ടുള്ള ഒരു നീക്കത്തിലേക്ക് അനിൽകുമാർ കടന്നത്. എന്തായാലും ഈ ഒരു വിഷയം അല്ലെങ്കിൽ ഈ ഒരു ഹർജി ഹൈക്കോടതി തിങ്കളാഴ്ച പരിഗണിക്കാനായിട്ട് മാറ്റിയിരിക്കുകയാണ്. ഇന്ന് ഹർജി പരിഗണിച്ച സമയത്ത് വാക്കാലുള്ള ചില പരാമർശങ്ങൾ കൂടി ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അതായത്, ഈ വാർത്തകളിലൊക്കെ കാണുമ്പോൾ എലിയും പൂച്ചയും കളിയാണ് സർവകലാശാലയിൽ നടക്കുന്നതെന്നുള്ള പരാമർശമായിരുന്നു ജസ്റ്റിസ് TR രവിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്. അതോടൊപ്പം തന്നെ VC സ്വന്തം നിലയ്ക്ക് ഒരു VC രജിസ്ട്രാർ ഇൻചാർജിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള വാക്കാൽ പരാമർശവും സിംഗിൾ ബെഞ്ച് നടത്തിയിട്ടുണ്ട്. എന്തായാലും തനിക്കെതിരെ VC എടുത്തിട്ടുള്ള നടപടി, അതായത് ജോയിന്റ് രജിസ്ട്രാർ ആയിട്ടുള്ള മിനി കാപ്പന് രജിസ്ട്രാർ ഇൻചാർജ് ചുമതല നൽകിയ നടപടി സ്റ്റേ ചെയ്യണമെന്നുള്ള അനിൽകുമാറിന്റെ ആവശ്യമാണ് ഹൈക്കോടതി നിരസിച്ചിട്ടുള്ളത്. ഇതുമന്നെ ഒരു വിശദമായിട്ടുള്ള വാദം തിങ്കളാഴ്ച കേൾക്കാമെന്നുള്ള നിലപാട് ഹൈക്കോടതി സ്വീകരിക്കുകയും ഒപ്പം തന്നെ VCക്കും സർവകലാശാലയ്ക്കും മറുപടി ആവശ്യപ്പെട്ടുകൊണ്ട് നോട്ടീസ് അയക്കുകയുമായിരുന്നു. ദേവിക. ശരി രേഷ്മ.